ഔസേപ്പിൻ്റെ ഒസിയത്ത് സിനിമ കണ്ട് വീട്ടിൽ വന്നിരിക്കുകയാണ്. ഡയറക്റ്റഡ് ബൈ ശരത് ചന്ദ്രൻ RS. ആദ്യമായിട്ടാണ് ഡയറക്റ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഡെബ്യൂ മൂവിയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഫീലായില്ല. എടുത്ത് പറയേണ്ട കാര്യങ്ങൾ, പീരിമേഡ് എന്ന് പറഞ്ഞാൽ ഇടുക്കിയിലുള്ള സ്ഥലമാണ് കാണിക്കുന്നത്. ഒരുപാട് നല്ല ഡ്രോൺ ഷോട്ടുകളുണ്ട്. നല്ല ഭംഗിയിൽ ആ ഒരു പ്രകൃതിപ്പടം എന്നുള്ള കാറ്റഗറിയിൽ വരുന്ന രീതിയിലുള്ളൊരു സിനിമ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഓ ബേബി എന്നുള്ള ദിലീഷ് പോത്തൻ്റെ തന്നെ ഒരു സിനിമയുണ്ട്. ഡയറക്ടർ ആരാന്ന് ഞാൻ മറന്നുപോയി. ഹനി നഫീസൊക്കെ അഭിനയിച്ചിട്ടുള്ള ആ ഒരു സിനിമയുടെ ജോജി എന്നുള്ള സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു പേസിംഗ് ആണ് ഈ സിനിമയിലും എനിക്ക് ഫീലായത്. അത് തന്നെയാണ് എനിക്കൊരു പ്രോബ്ലമായിട്ടും ഫീലായത്. ഞാൻ നേരത്തെ പറഞ്ഞ സിനിമകളിലൊന്നും എനിക്ക് ആ ഒരു ലാഗ് അങ്ങനെ അനുഭവപ്പെട്ടില്ല. ഈ സിനിമയിൽ സെക്കൻഡ് ഹാഫ് ആയപ്പോഴേക്കും എനിക്ക് ആ ലാഗ് അനുഭവപ്പെട്ടു. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നല്ല രീതിയിൽ ടെൻഷൻ ബിൽഡപ്പ് ചെയ്ത് ഒരു സംഭവ രീതിയിൽ ഇങ്ങനെ പോയി, ഒരു ദൃശ്യം ടൈപ്പ് ഒരു സാധനത്തിലേക്കൊക്കെ ഇങ്ങനെ പോയി, സംഭവം ഇങ്ങനെ പോയി അവസാനം ഈ ഫുൾ ബിൽഡപ്പെല്ലാം കൂടി ടഫേ എന്നും പറഞ്ഞു ഫൈനലി ഇറ്റ് ഫെൽ ഫ്ലാറ്റ് എന്ന് പറഞ്ഞ ഒരു സേയിങ് ഉണ്ട്. ആ ഒരു സംഭവമായിപ്പോയി എന്നാണ് എനിക്ക് തോന്നിയത്. ഇതിനകത്ത് നടന്മാർക്ക് ഒരു കുറവുമില്ല. ഔസേപ്പ് എന്നുള്ള ക്യാരക്ടറായിട്ട് വിജയരാഘവൻ സ്റ്റെല്ലർ പെർഫോമൻസ് ആണ്. കേക്ക് വർക്ക് ഫോർ ഹിം, അത്ര ഭംഗിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ലെന നല്ലൊരു അടിപൊളി പെർഫോമൻസാണ്. ഇതുവരെ ചെയ്യാത്ത ടൈപ്പ് റോളൊന്നുമല്ല, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ദിലീഷ് പോത്തൻ സിമ്പിളായിട്ട് ഈ റോൾ ചെയ്തു. ഷാജോൻ ചേട്ടൻ ചില സമയത്ത് ഇമോഷണൽ രംഗം വന്നപ്പോഴേക്കും ഒരേ ഒരു സ്ഥലത്ത് ഇച്ചിരി പാളിപ്പോയതായിട്ട് എനിക്കൊരു ഫീലിംഗ് ഉണ്ടായി. ബാക്കി എല്ലായിടത്തും അടിപൊളിയായിരുന്നു. അവർ ഏറ്റവും ഇമ്പോർട്ടൻസ് ചെയ്യേണ്ട ആ ഒരു സീനിൽ ചെറുങ്ങനെ മുഖം മറച്ചിരിക്കേണ്ട ആ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു ഇത്തിരി കയ്യിൽ നിന്ന് പാളിപ്പോയെന്ന് എനിക്ക് ഫീലായി. അതേസമയം എനിക്കതങ്ങനെ ഫീലാവാൻ മറ്റൊരു കാരണമുണ്ട്. തൊട്ടപ്പുറത്ത് ദിലീഷ് പോത്തൻ്റെ അമ്മായി ലെവലിലാണ് ആ ഒരു എക്സ്പ്രഷൻ കാര്യങ്ങളൊക്കെ ചെയ്തത്. അതുകൊണ്ട് ഒരാൾ ഒരു സ്ഥലത്ത് ഇത്തിരി കയ്യിൽ നിന്ന് പാളിപ്പോയതായിട്ട് എളുപ്പം അറിയാൻ പറ്റി. തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആൾ വേറെ ലെവലിൽ ചെയ്തുകൊണ്ട് ആ ഒരു സീൻ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ബാക്കിയെല്ലാം ഷാജോൻ ചേട്ടൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കഥാപാത്രം രണ്ടുപേരും ഞാൻ ചെയ്തിരിക്കുന്നത്. വിജയരാഘവൻ്റെയാണ് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഹേമന്ത് എന്ന് പറഞ്ഞ നടനുണ്ടല്ലോ, നമ്മുടെ ലിവിങ് ടുഗദറിലൊക്കെ അഭിനയിച്ചു. എനിക്ക് പുള്ളിയെ സത്യം പറഞ്ഞാൽ വലിയ താല്പര്യമില്ല ആസ് ആൻ ആക്ടർ. പക്ഷേ ഈ സിനിമയിൽ വളരെ ഡീസൻറ്റ് പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ഈ സിനിമയുടെ ട്രെയിലർ പോലും കാണാതെയാണ് ഞാൻ ഈ സിനിമയ്ക്ക് പോയത്. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ദിലീഷ് പോത്തൻ്റെ പടം, വിജയരാഘവൻ, കനി സെറീന, ഇത്രയും പേരുടെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ഞാൻ ഈ പടം എന്തായാലും കാണുമെന്ന് തീരുമാനിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവരെ ഭയങ്കര ഇഷ്ടമാണ്. ഇവരെടുക്കുന്ന ഫിലിം ചോയ്സസ് കിടുവാവാറുണ്ട്. ഈ അടുത്ത് കണ്ടിട്ടുള്ള എല്ലാം കിഡിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ദിൻജിത്ത് ആയത്തൻ സംവിധാനം ചെയ്തിട്ടുള്ള കിഷ്കിന്നകാന്ഡം വേറെ ലെവലായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടാണ്. അത്രയും സംഭവബഹലമായ ഒരു സിനിമയായിട്ട് തോന്നിയാണ്. ആ സിനിമയുടെയൊക്കെ ടൈപ്പ് ഒരു പേസിങ്ങിനകത്തുണ്ട്. എന്നാലും ഞാൻ പറയാണ്, ഈ സിനിമ എനിക്കൊരു പ്രശ്നമായി മാറിയത് എൻഡിങ്ങിൽ മാത്രമാണ്. ഈ സിനിമ എൻഡിങ് കൊണ്ട് കല ഉടച്ച പോലെയാണ് എനിക്ക് ഫീൽ ആയത്. അതായത് ഇത്രയും ബിൽഡപ്പിൽ വന്ന് സിനിമ ഭയങ്കര പ്ലെയിനായിട്ട് ഫ്ലാറ്റായിട്ട് എൻഡ് ചെയ്ത് കളഞ്ഞു എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്. എനിക്ക് അതാണ് തീരെ ഇഷ്ടപ്പെടാതെ പോയതും. അതുവരെ സിനിമ രസമായിട്ട് പോയിക്കൊണ്ടിരുന്നത്, നല്ല രസമായിട്ട് പോയിക്കൊണ്ടിരുന്ന സിനിമ അവസാനം ഇപ്പോൾ ഷേടാ ഇതെന്താ ഇങ്ങനെ എൻഡ് ചെയ്തതെന്ന് അങ്ങനെയൊക്കെയാണ് എൻ്റെ മനസ്സിൽ തോന്നി. ഇതെന്താ ഇങ്ങനെ എൻഡ് ചെയ്ത് കളഞ്ഞ്, വളരെ സിമ്പിളാക്കി കളഞ്ഞ്. സംഭവം അതിനകത്തൊരു പവർഫുൾ മെസ്സേജ് ഉണ്ട്, ബ്രദർഹുഡിൻ്റെ കാര്യങ്ങൾ, സാക്രിഫൈസ് പറ്റിയവർ. പക്ഷേ ഭയങ്കര സിമ്പിളായിട്ട് വളരെ ഫ്ലാറ്റായിട്ടുള്ള ഒരു എൻഡിങ് ആയിട്ട് ഒരു ഫീലിംഗാണ് എനിക്കുണ്ടായത്. അതാണ് എനിക്ക് സിനിമയോടുള്ള തോന്നിയ ഏക ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നൊരു കാര്യം എനിക്ക് പ്രശ്നമായിട്ട് തോന്നിയത്, ഇത്രയും ഭംഗിയായിട്ട് സിനിമാറ്റോഗ്രാഫി ചെയ്തു വെച്ചിട്ടും ഈ സിനിമയുടെ മേക്കേഴ്സ് എന്തുകൊണ്ട് ഇതിൻ്റെ DCP 2K 5.1 അയച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ഇന്ന് കണ്ടത് ഒരു 4K ലേസർ പ്രൊജക്ഷനോടുകൂടി അറ്റ്മോസ് സംവിധാനമുള്ള വരുന്ന സ്ക്രീൻ 1, ആ ഫുൾ സിനിപ്ലക്സിലെ ബെസ്റ്റ് എന്ന് വിളിക്കാൻ പറ്റുന്ന സ്ക്രീനിലാണ്. പക്ഷേ കണ്ട DCP, ഇവരയച്ച DCP, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അയച്ച DCP അല്ലെങ്കിൽ മേക്കേഴ്സ് അയച്ച DCP 2K 5.1 എന്താണ് അങ്ങനെ ഒരു വളരെ മീഡിയോക്കറായിട്ടുള്ള ഒരു DCP അയച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത്രയും ഭംഗിയായിട്ട് ഇത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടും അത് എടുത്തറിയാൻ പറ്റി. എനിക്കിപ്പോൾ ഈ 4K ഫുട്ടേജ് കണ്ട് 2K പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. നമുക്ക് ആ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ വളരെ എവിഡൻ്റ് ആയിട്ട് എനിക്ക് ഫീലായി. പ്രത്യേകിച്ച് ഞാൻ കുറച്ച് അടുത്തിരുന്നതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. കുറേ സ്ഥലങ്ങളിൽ ഡ്രോൺ ഷോട്ടൊക്കെ വന്നപ്പോൾ നല്ല ഭംഗിയുള്ള കുറേ ഡ്രോൺ ഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫർ ആരാണെന്ന് നോക്കിക്കോട്ടെ.
സിനിമാറ്റോഗ്രാഫറിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഞാൻ നേരത്തെ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേക്ക് എഴുതി കാണിച്ചപ്പോൾ കണ്ടായിരുന്നു. അരവിന്ദ് കണ്ണബിരൻ എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ ആൾ കിഡുമായിട്ട് കുറേ ഡ്രോൺ ഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഭയങ്കര പിക്സലേറ്റഡ് ആയിപ്പോയി. 2K റെസൊല്യൂഷനിൽ ഞാൻ കണ്ടത് ഒരു 33 ഫീറ്റായിട്ടുള്ള വനിതയിലുള്ള സ്ക്രീനിൽ. അപ്പോൾ ഇതിനേക്കാൾ വലിയ സ്ക്രീനിലൊക്കെ കണ്ടവരുടെയൊക്കെ അവസ്ഥ ഞാൻ ആലോചിക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ 2K 5.1 ഒതുക്കി കളഞ്ഞ DCP എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു 4K 7.1 IAB DCP കൊടുക്കേണ്ട സാധനമാണിത്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ടൈപ്പ് സിനിമകൾ, OBB ആയിക്കോട്ടെ, ഇലവിഴ പൂഞ്ചിറ ആയിക്കോട്ടെ, ഈ പ്രകൃതി പടം കാറ്റഗറിയിലേക്ക് ആൾക്കാർ കളിയാക്കി പറയുന്ന പടങ്ങളുണ്ട്. പക്ഷേ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ സിനിമകൾ. നമ്മുടെ ചെരുപ്പ്, നമ്മുടെ മഹേഷിൻ്റെ പ്രതികാരം, ഇതൊക്കെ നല്ല അടിപൊളി DCPയിൽ കണ്ടിട്ട് എനിക്ക് ഇത് കണ്ടപ്പോൾ അയ്യോ ഇവിടെ എന്താ ഇങ്ങനെ ചെയ്തു വെച്ചതെന്നുള്ള ഒരു ഫീലിംഗാണ് എനിക്ക് ഫീലായത്. എൻ്റെ അഭിപ്രായത്തിൽ മേക്കേഴ്സായിട്ടുള്ള ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ തന്നെ ദയവ് ഇത് നിങ്ങൾ 4K 7.1 IAB DCP ഒന്ന് അയച്ചു കൊടുക്കുക. ഇനി വരാനിരിക്കുന്ന പ്രേക്ഷകരെങ്കിലും തീർച്ചയായിട്ടും നല്ല ക്ലാരിറ്റിയിൽ കാണട്ടെ എന്ന് ഞാൻ പറയുകയാണ്. കാരണം നമ്മളിവിടെ നല്ല സംവിധാനമുള്ള ഒരുപാട് തിയേറ്റേഴ്സ് ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാ തിയേറ്റേഴ്സും ഇപ്പോൾ 4K ലേസറും അറ്റ്മോസൊക്കെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ദയവ് ഇത് നല്ല ക്വാളിറ്റി DCP അയക്കൂ. നല്ല ഭംഗിയിൽ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫുട്ടേജ് അല്ലേ, അത് നല്ല രീതിയിൽ തന്നെ ആൾക്കാർ കാണണ്ടേ. അപ്പോൾ അത് ഭയങ്കര മോശമായിപ്പോയെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ സിനിമയുടെ ക്വാളിറ്റി നിങ്ങൾ തന്നെ നശിപ്പിക്കുന്ന പോലത്തെ ഒരു ഫീലാണ് എനിക്ക് ഉണ്ടായത്. ദയവ് ഇത് പ്ലീസ് സെൻഡ് ഔട്ട് 4K 7.1 IAB DCP. അതെനിക്ക് പറയാനുള്ളത്. ഞാൻ കണ്ടത് എന്തായാലും 2K 5.1 അതെനിക്ക് ശോകമായിട്ട് ഫീൽ ചെയ്ത്. നല്ലൊരു തിയേറ്റർ ഉണ്ടായിട്ട് കൂടിയും വന്നിരിക്കുന്ന DCP മോശമുണ്ട്. അങ്ങനത്തെ ഒരു അത് സങ്കടകരമായ കാര്യമാണ്. ഇതിനകത്ത് പ്രവർത്തിച്ചിരിക്കുന്ന ഓരോരുത്തരുടെ കഷ്ടപ്പാട് കൂടി നിങ്ങളൊന്ന് എന്താ പറയുക വില കൽപ്പിക്കണം. ഇതിൻ്റെ ക്യാമറമാൻ ഇത്രയും ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്തതല്ലേ, എഡിറ്റർ നന്നായിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മ്യൂസിക്കിൻ്റെ കേസ് പറയുകയാണെങ്കിലേ ചിലയിടങ്ങളിൽ മ്യൂസിക് എനിക്ക് വർക്കായി, ചിലയിടങ്ങളിൽ എന്തൊരു പ്രശ്നം എനിക്ക് തോന്നി. അത് ഇനിയിപ്പോൾ മിക്സിൻ്റെ കുഴപ്പമാണെന്ന് എനിക്ക് മനസ്സിലാവില്ല, അല്ലെങ്കിൽ പർപ്പസ്ഫുള്ളി അങ്ങനെ ചെയ്തതാണോ. കാതടഞ്ഞ പോലെയുള്ള രീതിയിൽ ഒരു പർട്ടിക്കുലർ ഇതിനകത്ത് ഏറ്റവും വലിയ ട്വിസ്റ്റ് സംഭവിക്കുന്നൊരു സീനുണ്ട്. ആ ട്വിസ്റ്റ് ഭയങ്കര പ്രഡിക്റ്റബിൾ ആയിരുന്നു. പക്ഷേ ആ ട്വിസ്റ്റിൻ്റെ ആ ടൈമിൽ കാതടഞ്ഞ രീതിയിലുള്ള ഒരു സൗണ്ടാണ് കേൾപ്പിക്കുന്നത്. അത് പർപ്പസ്ഫുള്ളി അവരുടെ പോയിൻ്റ് ഓഫ് വ്യൂ നിന്ന് അങ്ങനത്തെ രീതിയിൽ കാണിപ്പിച്ചതാണോ കേൾപ്പിച്ചതാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ടുണ്ട്. അതിനുശേഷം മഴ പെയ്യുന്നൊരു സീനാണ്. ആ മഴ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ പോയിൻ്റ് ഓഫ് വ്യൂ നിന്ന് അല്ലാതെ കാണിച്ചപ്പോഴേക്കും നല്ല രീതിയിൽ മഴ പെയ്യുന്നതൊക്കെ കൃത്യമായിട്ട് കേൾക്കാമായിരുന്നു. ബാക്കി സൗണ്ട് ഡിസൈനും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഫീൽ ചെയ്ത് എനിക്ക് ഭയങ്കര ഡൗട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു പർട്ടിക്കുലർ പോർഷൻ അങ്ങനെ മനഃപൂർവ്വം ചെയ്തതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിയതാണോ എനിക്ക് മനസ്സിലായില്ല. ടെക്നിക്കൽ എറർ സംഭവിച്ചാണോ ഒന്നും എനിക്കൊരു പിടുത്തം കിട്ടിയിട്ടില്ല. ഐ അസ്യൂം ആ സീൻ അങ്ങനെ ഇൻറ്റൻറ്റ് ചെയ്തിരിക്കുന്നതാണെന്ന് തോന്നുന്നു. എന്തായാലും മ്യൂസിക് പാട്ടുകൾ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 പാട്ടുകളെ ഞാൻ നോട്ടീസ് ചെയ്തുള്ളൂ. അതിങ്ങനെ ഇതിൻ്റെ ഫ്ലോയിലൂടെ വന്ന് പോകുന്നതായിരുന്നു. കുഴപ്പമില്ല എന്ന് എനിക്ക് ഫീലായുള്ളൂ. പക്ഷേ സൗണ്ട് ഡിസൈൻ നൈസായിരുന്നു. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ആക്ടിങ്, എല്ലാവരുടെയും ആക്ടിങ്, എസ്പെഷ്യലി വിജയരാഘവൻ്റെ സ്റ്റെല്ലർ പെർഫോമൻസ് ഉണ്ട്. സിമ്പിളായിട്ട് പൂക്കാലമൊക്കെ ചെയ്ത വിജയരാഘവൻ ചേട്ടന് ഇത് വളരെ കേക്ക് വാക്ക് അങ്ങനത്തെ സീനാണ്. തന്നേക്കാൾ പ്രായം ഏറിയ ഒരു ക്യാരക്ടർ സിമ്പിളായിട്ട് അഭിനയിച്ചു പോയി. സത്യം പറയാലോ, തിലകൻ ലെവൽ പെർഫോമൻസൊക്കെയാണ് പുള്ളി ഇപ്പോൾ ചെയ്യുന്നത്. വിജയരാഘവൻ ചേട്ടന് ഒരു സ്റ്റേറ്റ് അവാർഡ് കൊടുക്കേണ്ട സമയമായി എന്നുള്ള ഒരു അവസ്ഥയാണ് എനിക്ക് ഫീൽ ആവുന്നത്. ഹീ ഈസ് വെൽ ഡിസേർവിങ് ഓഫ് ഇറ്റ്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എത്ര നേരം സിനിമയിലുണ്ടായിരുന്നു എന്നുള്ളതിൽ പോലും അല്ല. ഇപ്പോൾ സൈലൻസ് ഓഫ് ദി ലാംസ് എന്നുള്ള സിനിമ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കുറച്ച് നേരം അഭിനയിച്ചതിനാണ് ആന്റണി ഹോപ്കിൻസിന് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയത്. അതേ ഒരു അവസ്ഥയാണ് പല സിനിമകളിലും വിജയരാഘവൻ ചേട്ടൻ്റെ. കുറച്ച് നേരം ഉണ്ടാവുള്ളൂ, പക്ഷേ കുറച്ച് നേരം വേറെ സീനായിരിക്കും. എന്തായാലും കുട്ടേട്ടൻ എന്ന് വിളിക്കുന്ന വിജയരാഘവൻ ചേട്ടൻ കിടിലം എന്ന് പറഞ്ഞാൽ കിടിലം. റാംജി റാവുമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, അല്ലാതെ പലതരം റോളുകൾ അഭിനയിച്ചിട്ടുണ്ട്. മൂക്കില്ലാ രാജ്യത്തിൽ കോമഡി വേഷം ചെയ്തിട്ടുണ്ട്. ഈ മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടോ? സിദ്ദിഖ്, ജഗദീഷ് ചേട്ടൻ, വിജയരാഘവൻ ചേട്ടൻ ഇവരൊക്കെ വെറുതെ സീനാണ്. സുരാജ്, അയ്യോ ഇവരൊക്കെ ഇപ്പം വെറുതെ സീൻ എന്ത് റോള് കൊടുത്താലും കിടിലനായിട്ട് ചെയ്യും. അതാ ഈ പറഞ്ഞ എല്ലാവരും കോമഡി നടന്മാരും കൂടിയായിരുന്നു. ഇവർ വെറുതെ സീനാടേ, അടിപൊളി. ഇതിനാണ് കിടിലൻ പെർഫോമൻസ്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ എന്തായാലും എൻഡിങ് ഒഴികെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് എവിടെ കാണണമെന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. OTT കാണണോ അല്ലെങ്കിൽ എവിടെ കാണണമെന്ന് വെച്ചാൽ തിയേറ്ററിൽ കണ്ട് സപ്പോർട്ട് ചെയ്താൽ അവർക്ക് ഗുണമാവും. അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ തിയേറ്ററിൽ പോയി കാണണം എന്നുള്ള രീതിയിലേക്ക് എന്നെ കൊണ്ടൊക്കെ പറയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല DCP ആക്കിയ 4K
7.1 IAB DCP അയച്ച ആൾക്കാർ ഇത് പോയി കാണുമ്പോൾ അവർക്ക് ആ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യും. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ അഭിപ്രായം എന്താണെന്നുള്ളത് പറയാം. എന്നെ സംബന്ധിച്ച് ഇറ്റ് വാസ് എ ഡീസൻറ്റ് വാച്ച് മൂവി. ഇതാണ് എനിക്ക് ഫീൽ ആയത്. അപ്പോൾ സെറീനയുടെ സിനിമ ചോയ്സസും കനിയുടെ സിനിമ ചോയ്സസും അടിപൊളി. ഈവൻ വിജയരാഘവൻ ചേട്ടൻ്റെ. എന്തായാലും എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു എക്സെപ്റ്റ് ഫോർ ദ എൻഡിങ് വേറെ രീതിയിലാക്കാമായിരുന്നു, കുറച്ചും കൂടി സസ്പെൻസ്ഫുൾ ആക്കാമായിരുന്നു, കുറച്ചും കൂടി ട്വിസ്റ്റ് ആക്കാമായിരുന്നു എന്നൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഭയങ്കര ഫ്ലാറ്റായിട്ട് ഫീൽ ചെയ്തു, ഭയങ്കര സിമ്പിളാക്കി കളഞ്ഞ പോലെയും സാറ്റിസ്ഫാക്ടറി ആയിട്ടും ഫീൽ ചെയ്യില്ല. അത്രേ ഉള്ളൂ. അപ്പോൾ ശരി, ബൈ ബൈ. ഇന്ന് ഒരുപാട് സിനിമകൾ വേറെ കാണാനുണ്ട്. മിക്കി 17 കാണാനുണ്ട്. അതുപോലെ ജഗദീശൻ്റെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ ഇന്ന് മലയാളത്തിൽ, അതിൻ്റെ പേര് ഞാൻ പറഞ്ഞൊരു ഹിന്ദി പേരുള്ള പടമാണ് പരിവാർ, അത് കാണാനുണ്ട്. പിന്നെ വടക്കൻ എന്നുള്ള ഹൊറർ മൂവിയും കാണാനുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് അഭിപ്രായം ഇട്ടേക്കാം. വേറെ 2 സിനിമ കൂടി കാണണമെന്നുണ്ട്, ദ മങ്കി എന്നുള്ളത്. അതൊക്കെ ഇന്ന് കാണാൻ പറ്റുമോ എന്നൊക്കെ അറിയില്ല. ഇത് കാണാൻ പറ്റാത്തതെല്ലാം നാളെ കണ്ടിട്ട് അഭിപ്രായം ഇട്ടേക്കാം. അപ്പോൾ ബൈ ബൈ.